നമസ്കാരം. ഞാൻ ഡോക്ടർ അനൂപസ് പിള്ള, തിരുവനന്തപുരം പട്ടം SUT ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജറി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സന്ധി തേയ്മാനത്തിനെ പറ്റിയാണ്. സന്ധിക്കുള്ളിലുള്ള മൂവ്മെൻറ്റ് സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതലമാണ് കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി. തരുണാസ്ഥിക്ക് ഉണ്ടാകുന്ന കേടുപാട് മൂലം സന്ധിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ സന്ധിവാതം അഥവാ തേയ്മാനം എന്ന് പറയുന്നത്. പൊതുവിൽ ഇത് പ്രായം കൂടിയവരിലാണ് കാണപ്പെടുന്നത്. പ്രായം കൂടുതൽ വരുന്നതനുസരിച്ചിട്ട് അതിലുണ്ടാകുന്ന തേയ്മാനം കൊണ്ടാണ് ഈ പ്രശ്നം പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. എന്നാലും ചില അസുഖങ്ങൾ കൊണ്ടും മുട്ടിനുണ്ടാകുന്ന ക്ഷതങ്ങൾ കൊണ്ടും പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ പലരിലും നമ്മൾ ഈ പ്രശ്നം കാണാറുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിക്കുന്ന സന്ധിക്ക് വേദന ഉണ്ടാവുക, നീരുണ്ടാവുക, അനക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക, നടത്തയെ ബാധിക്കുക തുടങ്ങി നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തന്നെ ഇത് ബാധിക്കുന്നു. അതുകൊണ്ട് ഇത് ഒരു ജോയിൻറ്റിൻ്റെ മാത്രം അഥവാ ഒരു സന്ധിയുടെ മാത്രം പ്രശ്നമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല. കാരണം ഒരാളുടെ നടത്തയുടെ സ്പീഡ്, അയാൾ പുറത്തേക്ക് പോകുന്നത്, പടി കയറി ഇറങ്ങുന്നത് തുടങ്ങിയതെല്ലാം അയാളുടെ പൊതുവിലുള്ള ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നടക്കുന്നത്, പടി കയറുന്നത് തുടങ്ങിയുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ സന്ധിക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റാതെ വരികയും നമ്മുടെ പൊതുവിലുള്ള ആരോഗ്യത്തിനെ അത് ബാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതിൻ്റെ ചികിത്സ വളരെ പ്രധാനമാണ്. ഇതിൻ്റെ ചികിത്സ പല സ്റ്റേജുകൾ, വിവിധ സ്റ്റേജുകൾ കൂടിയാണ് ഈ അസുഖം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലവിധ സ്റ്റേജുകളിൽ ഇതിൻ്റെ ചികിത്സയും പല തരത്തിലുള്ളതാണ്. തുടക്കത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് മിക്കവർക്കും നമുക്ക് എക്സസൈസുകൾ, കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ മാത്രം മതിയാകും. ലഘുവായിട്ട് വീട്ടിൽ തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ പോലും സഹായം പോലും ഇല്ലാതെ ചെയ്യാവുന്ന ഈ വ്യായാമങ്ങൾ കൃത്യമായിട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട് തുടക്കത്തിലൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ ഡോക്ടറുടെയോ സഹായം തേടാവുന്നതാണ്. വളരെ ലളിതമായിട്ട് കസേരയിൽ ഇരുന്നു കൊണ്ട് മുട്ട് മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നത്, കസേരയിൽ നിന്ന് നമ്മുടെ കസേരയുടെ മുമ്പിൽ ഒരു കസേര വെച്ചിട്ട് അതിലേക്ക് പിടിച്ചിട്ട് ഇരിക്കാനും എഴുന്നേൽക്കാനും ശ്രമിക്കുന്നത്, വേദനയുടെ തുടക്കഘട്ടങ്ങളിൽ വളരെ പതിയെ ശ്രദ്ധിച്ച് പടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് എല്ലാം ഇതിന് ഉപകാരപ്രദമായിട്ടുള്ള വ്യായാമങ്ങളാണ്. മുട്ടിന് തേയ്മാനമായി ഇനി നടക്കാൻ പാടില്ല എന്ന് ആരും വിചാരിക്കരുത് എന്ന് സാരം. ഈ അസുഖം പുരോഗമിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൂടി വരും. അതിനനുസരിച്ചിട്ട് നമ്മുടെ ചികിത്സയുടെ ഓപ്ഷൻസും മാറി വരും. ഒരവസ്ഥ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മുട്ടിൻ്റെ വളവിലേക്ക് പോകാം. അപ്പോൾ മുട്ടിൻ്റെ വളവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ചെറുപ്പമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാവുന്ന ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് മുട്ടിൻ്റെ ജോയിൻറ്റിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ ആ വളവ് നിവർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സർജറി അഥവാ ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി പേഷ്യൻ്റെ സ്വന്തം മുട്ട് സന്ധി റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വേദന മാറ്റാനും അതുകൊണ്ട് തന്നെ എല്ലാ പ്രവൃത്തികളിലും ഓടുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും രോഗിക്ക് സാധിക്കുന്നു. അതിനുശേഷവും ഈ അസുഖം പുരോഗമിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വലിയ സർജറികൾ അഥവാ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറികളിലേക്ക് കടക്കുന്നു. അതിനുള്ളിൽ പല പേഷ്യൻസിനും ഫലപ്രദമായിട്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ചികിത്സാ രീതികളാണ് മുട്ടിലേക്കുള്ള ഇഞ്ചക്ഷൻ വേദന കൂടി നിൽക്കുന്ന അവസരങ്ങളിൽ വേദനയും വീക്കവും കുറയ്ക്കുവാനായിട്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ശസ്ത്രത്തിൻ്റെ പുതിയൊരു ഇതാണ് സ്റ്റെം സെൽ തെറാപ്പി അഥവാ നമ്മുടെ രക്തത്തിൽ നിന്ന് തന്നെയുള്ള മൂലകോശങ്ങളെ വേർതിരിച്ചെടുത്ത് മുട്ടിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന പ്ലേറ്റ് റിച്ച് പ്ലാസ്മ ട്രീറ്റ്മെൻറ്റ് അഥവാ മൂലകോശ ചികിത്സ. ഇത് എല്ലാവരിലും അനുയോജ്യം ആയിരിക്കണം എന്നില്ല. ചില പ്രത്യേക തുടക്കത്തിലുള്ള സ്റ്റേജുകൾ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് നല്ല ഗുണം കാണാറുള്ളൂ. ഇതും പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു ചികിത്സാ രീതിയാണെന്ന് പറയാനും കഴിയില്ല. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള രോഗികളിൽ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടുവരുന്നത് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഥവാ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്നതും ഏറ്റവും ഫലപ്രദവും ഏറ്റവും സക്സസ്ഫുള്ളുമായിട്ടുള്ള സർജറികളിലൊന്നാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി. അതിൽ നമ്മൾ ചെയ്യുന്നത് തേഞ്ഞു പോയ ജോയിൻറ്റിൻ്റെ ഭാഗം മുറിച്ച് മാറ്റി അതിന് പകരം ആർട്ടിഫിഷ്യലായിട്ടുള്ള ജോയിൻറ്റ് അതിന് പകരം വെക്കുകയാണ് ചെയ്യുന്നത്. അത് വെക്കുന്നതോടുകൂടി ജോയിൻറ്റിൻ്റെ പ്രതലത്തിൻ്റെ സ്മൂത്ത്നെസ് തിരിച്ചു വരുന്നു, മുട്ടിനുണ്ടായിരുന്ന വളവ് മാറുന്നു, ജോയിൻറ്റിനുണ്ടായിരുന്ന മൂവ്മെൻറ്റ് തിരിച്ചു കിട്ടുന്നു, വേദന മാറുന്നു. അതായത് വളവ്, വേദന, നടക്കാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻ അഥവാ ശസ്ത്രക്രിയയാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അത് ലളിതമായൊരു ശസ്ത്രക്രിയയല്ല, സങ്കീർണമായൊരു ശസ്ത്രക്രിയയാണ്. അത് നല്ലവണ്ണം ചെയ്തു കഴിഞ്ഞാൽ
പേഷ്യൻറ്റിന് വളരെ പെട്ടെന്ന് തന്നെ നടന്നു തുടങ്ങാനും അവരുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് ഏർപ്പെടാനും പറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചിലർക്ക് ഒരു മുട്ടിന് മാത്രം പ്രശ്നം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ചിലർക്ക് രണ്ട് മുട്ടിനും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതനുസരിച്ചിട്ട് ശസ്ത്രക്രിയ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് കാണുന്ന വളരെയധികം വിജയശതമാനമുള്ള ശസ്ത്രക്രിയകളിൽ ഒന്നാണ് ഇത്. ഇപ്പോൾ നമ്മുടെ അനസ്തീസിയമൊക്കെ സേഫറായിട്ട് വരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ മറ്റ് കോംപ്ലിക്കേഷൻ റേറ്റ്സും എല്ലാം വളരെ കുറവാണ്. വളരെ നല്ല ഒരു സാധ്യതയാണ് നമ്മൾ ഈ സർജറിക്ക് ശേഷം നമ്മൾ കാണുന്നത്. അത് കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ മാറ്റിവെക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മുട്ടിൻ്റെ തേഞ്ഞു പോയിട്ടുള്ള സന്ധിയുടെ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തുള്ളൂ. ഇത് സന്ധിവാദത്തിൻ്റെ ഭാഗമായിട്ട് മസിൽസിൻ്റെ ബലം കുറയുകയും ലിഗമെൻറ്റ്സിന് വലിവ് വരികയും ചെയ്യും. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ മസിലിന് ബലക്കുറവ് വന്നവർക്ക് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ അഥവാ ഫിസിയോതെറാപ്പി കുറച്ചുകൂടി കഠിനമായിരിക്കും. ഞാനത് പറയാൻ കാരണം നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് മുട്ടിന് തേയ്മാനം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പോകുന്നിടത്തോളം പോകട്ടെ ഒരു സങ്കല്പമുണ്ട്. പലരും ഇത് പോകുന്നിടത്തോളം പോകട്ടെ, കാരണം ഈ മുട്ട് വെച്ച് കഴിഞ്ഞാൽ 15 വർഷമേ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ എന്നൊരു അബദ്ധ സങ്കല്പമുണ്ട്. ഈ 15 വർഷത്തിൻ്റെ കണക്ക് വരുന്നത് മിക്ക പഠനങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും എല്ലാം ഒരു 15 വർഷത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത് മിക്കവാറും ഒരു 65-70 വയസ്സുള്ള ആളിലാണ്. 50 വയസ്സ് മുതൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യാറുണ്ടെങ്കിൽ പോലും. അപ്പം അത്രയും പ്രായമുള്ള ഒരാളിനെ മിക്ക ശാസ്ത്രീയ പഠനങ്ങളും ഒരു 80 വയസ്സാകുമ്പോഴത്തേക്ക് നിർത്തും. അതുകൊണ്ട് ആണ് ഈ 15 വർഷത്തിൻ്റെ ഒരു കണക്ക് അതിനകത്ത് വരുന്നത്. അല്ലാതെ 15 വർഷം കൊണ്ട് ഈ മാറ്റിവെക്കപ്പെടുന്ന മുട്ട് തേഞ്ഞു പോകും എന്നുള്ളതല്ല. ആ മുട്ടിന് ഒരു പ്രശ്നമുള്ളതായിട്ട് നമ്മൾ കാണാറും ഇല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുട്ടിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു സന്ധിയുടെയോ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ എപ്പോഴാണോ ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നത് ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറിനെ കാണുകയും നമ്മുടെ സ്റ്റേജിനനുസരിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ചികിത്സ തിരഞ്ഞെടുക്കുവാൻ അവരുടെ സഹായം തേടുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യം നേരുന്നു. താങ്ക് യു.